വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആമിയോൺ എഡ്യൂട്ടിപ്സ്. ഇന്ന് നമ്മൾ SCERTയുടെ 5th സ്റ്റാൻഡേർഡിലെ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന ലെസന്റെ 3rd പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 പാർട്ടും കാണാത്തവർ ആ പാർട്ട് കാണുക, എന്നാൽ മാത്രമേ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഈ 3rd പാർട്ട് മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തന്നെ എന്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഫോട്ടോസിന്തസൈസ് എന്ന പ്രക്രിയയിലാണ് നിർത്തിയത്. ഇനി വായിക്കാം. സോഴ്സ് ഓഫ് എനർജി. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ പ്ലാന്റ്സ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്ലാന്റ്സിന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്? അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് ഏത് പാർട്ടിലൂടെയാണ് കൂടുതലായി സൺലൈറ്റ് സ്വീകരിക്കുന്നത്? അത് നമുക്കറിയാം. ഡെഫിനറ്റ് ആയിട്ടും അത് ലീവ്സിലൂടെ തന്നെ ആയിരിക്കും. നോക്കിക്കേ, ഒബ്സർവ് ദിസ് പിക്ചർ. നമുക്കിവിടെ ഒരു പിക്ചർ കാണാം അല്ലേ? ഈ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി കണ്ടോ? എപ്പോഴും സൺലൈറ്റിനെ ഫേസ് ചെയ്തായിരിക്കും ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ്സ് മാക്സിമം സൺലൈറ്റ്. എന്തുകൊണ്ടാണ് ഈ ലീവ്സ് എല്ലാം സൺലൈറ്റിനെ ഫേസ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എപ്പോഴും മാക്സിമം സൺലൈറ്റ് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീവ്സിന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് പ്ലാന്റിൽ ഉള്ളത്. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഡു യു ഫൈൻഡ് എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഇവിടെ നോക്കിക്കേ, നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അവ നോക്കിയിട്ട് ഈ സസ്യങ്ങളിലുള്ള ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ, അതിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി കണ്ടോ? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് അല്ലേ? കണ്ടോ? ഈ ഒരു രീതിയിലാണ് അവിടെ ലീവ്സിന്റെ അറേഞ്ച്മെന്റ്. അത്തരം ലീവ്സിന്റെ അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഹിബിസ്കസ്, ചെമ്പരത്തി. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. സെക്കൻഡ് തന്നിരിക്കുന്ന പ്ലാന്റ് തുളസിയാണ്. തുളസിയിലെ ലീവ്സിന്റെ അറേഞ്ച്മെന്റ് നോക്കിക്കേ. ഓപ്പോസിറ്റ് ആയിട്ടാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലീഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റൊരു ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ. ബ്ലാക്ക് ബോർഡ് ട്രീയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന് പറഞ്ഞാൽ ഏഴിലം പാലയാണ്. കൂടുതലായിട്ട് നമുക്ക് അമ്പലങ്ങളിലൊക്കെയാണ് ഈ സസ്യം കാണാൻ കഴിയുന്നത്. അവിടെ എങ്ങനെയാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കണ്ടത്. റീഡ് ചെയ്യാം. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഗ്രൂപ്പ് ദം അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ്. എന്താ പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിനെ നിരീക്ഷിച്ചിട്ട് അവയുടെ പ്ലാന്റ്സിന്റെ അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവയൊന്ന് ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റില് ഓൾട്ടർനേറ്റ് ആയിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ കുറച്ച് പേര് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, മാംഗോ ട്രീ. മറ്റെന്തൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും? സൺഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീ, മസ്റ്റാർഡ് പ്ലാന്റ്, മാംഗോ ട്രീ. ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ പിക്ചറിൽ ഓപ്പോസിറ്റ് ആയിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് തെച്ചിയാണ്. മറ്റുള്ളവ നമുക്ക് എഴുതാം. ഗുവ എന്ന് പറഞ്ഞ പേരയ്ക്കയാണ്. പിന്നെ മിന്റ് ലീവ്സ്, പുതിനയില, റോസ്, തെച്ചി, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ലീവ്സ് അറേഞ്ച് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം. പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ആസ്പരാഗസ് ഉണ്ട്, പിന്നെ സൈപ്രസ് മരങ്ങൾ. സൈപ്രസ് മരങ്ങളിലും ലീവ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഡ്രാ ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓഫ് ദ വേരിയസ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. നിങ്ങൾ ആൽബത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ, ബട്ട് യു മസ്റ്റ് ഓൾസോ ഹാവ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ്. കളക്ട് ഡിഫറെന്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. റബ് ദ കളക്ടഡ് ലീവ്സ് ഓൺ ദ ബ്ലോട്ടിംഗ് പേപ്പർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സാധാരണ നമ്മൾ പച്ച നിറത്തിലാണ് ലീവ്സ് കാണുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമായിട്ട് മറ്റ് കളറിൽ കാണപ്പെടുന്ന ഒരുപാട് ലീവ്സ് ഉണ്ട്. അവ കളക്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ കളർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. അതിലൊന്ന് റബ്ബ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ. ആ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, അത് സ്പിനാച്ച് ആണ്. ചീരയുടെ ഇലയ്ക്ക് നമുക്കറിയാം റെഡ് കളറാണുള്ളത്. അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്താൽ നമുക്ക് ഏത് കളർ കിട്ടും? നമുക്ക് കിട്ടുന്നത് ഗ്രീൻ കളറാണ്.
നമുക്ക് ഉത്തരം എഴുതാം. ഇതുപോലുള്ള മറ്റ് ചില പ്ലാന്റ്സിന്റെ ലീവ്സും കൂടെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അതിന്റെ ഉത്തരവും നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഡിഫറെന്റ് കളേഴ്സിലുള്ള ലീവ്സിനെ ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ഗ്രീൻ കളർ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മറ്റ് കളേഴ്സിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും എല്ലാ പ്ലാന്റ്സിലും ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഫ്രം ദ ടേബിൾ ഇൻ ദ സയൻസ് ഡയറി. അത് തന്നെയാണ് അതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ്. ലീവ്സിലുള്ള ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റിനെ നമ്മൾ ക്ലോറോഫിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് റീഡ് ചെയ്യാം. ഡൈവേഴ്സിറ്റി ഇൻ ദ കളർ. നോക്കിക്കേ, ഒബ്സർവ് ദ ഡൈവേഴ്സിറ്റി ഗാർഡൻ in your school. Can you see flowers and leaves in different colors? ഞാൻ മുകളിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചുറ്റും നമ്മൾ ഡിഫറെന്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ കാണാറുണ്ടല്ലേ? You have seen that reason for green color is chlorophyll, haven't you? What are the pigment that cause other color? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കളറിനുള്ള കാരണം എന്തായിരിക്കും? പച്ച കളറിന് കാരണം ക്ലോറോഫിൽ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും കളറിന് കാരണം എന്തായിരിക്കും എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട്. നോക്കിക്കേ, നമുക്ക് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ ഒരു സെക്ഷനിൽ കളറും മറ്റേ സെക്ഷനിൽ ആ കളർ കൊടുക്കുന്ന പിഗ്മെന്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് റെഡ് കളറാണ്. റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആന്തോസയാനിൻ എന്നൊരു പിഗ്മെന്റ് ആണ്. പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റ് നമുക്ക് ഓൾറെഡി അറിയാം, അത് ക്ലോറോഫിൽ ആണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിനും ലീവ്സിനും ഒക്കെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആന്തോസയാനിൻ എന്നൊരു പിഗ്മെന്റ് ആണ്. ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ഫ്രൂട്ടൊക്കെ നമുക്ക് ഓറഞ്ച് നിറത്തിൽ കാണാൻ സാധിക്കും അല്ലേ? ചില ഫ്ലവേഴ്സും ഓറഞ്ച് നിറത്തിൽ കാണുന്നുണ്ട്. ഈ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ എന്നൊരു വർണ്ണക വസ്തുവാണ്. ഇനി യെല്ലോ കളർ കാണുന്നതിന് കാരണം എന്താണ്? അവയിൽ സാന്തോഫിൽ എന്ന പേരുള്ള ഒരു പിഗ്മെന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ യെല്ലോ കളറിൽ കാണപ്പെടുന്നത്. Okay, to read ചെയ്യാം. Gaseous exchange in plants. Did you understand that carbon dioxide is the gas used for photosynthesis? നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഫോട്ടോസിന്തസൈസ് എന്ന പ്രക്രിയയിൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് ഉപയോഗിക്കുന്നത്. Which of these gases are used by living organisms for respiration? അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ്സ് റെസ്പിറേഷൻ ആയിട്ട് ഏത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്? നോക്കാം. Look at the illustration showing in the amount of gases in the atmosphere. നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ അന്തരീക്ഷത്തിലുള്ള ഗ്യാസിന്റെ അളവാണ് തന്നിരിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് നൈട്രജൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ആർഗൺ എന്ന് പറയുന്ന ഒരു മൂലകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഗ്യാസസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നുള്ളൂ. ഓക്കെ, ലിവിങ് തിങ്സ് ബ്രീത്ത് to get energy. നമ്മൾ എന്തിനാണ് റെസ്പിറേറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് ബ്രീത്ത് ചെയ്യുന്നത്? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ആൾസോ നീഡ് എനർജി? അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിനും എനർജി ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. Shouldn't respiration takes place in plants to obtain energy? പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ അവയ്ക്കും എനർജി കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. യെസ്, റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. പ്ലാന്റ്സിലും റെസ്പിറേഷൻ ശ്വസനം എന്ന പ്രക്രിയ നടക്കാറുണ്ട്. ഓൾ ലിവിംഗ് ബീയിങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ജീവജാലങ്ങളും ശ്വസനത്തിനായി അകത്തേക്ക് എടുക്കുന്ന വാതകം ഓക്സിജൻ തന്നെയാണ്. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ആനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ ദ ഫോട്ടോസിന്തസിസ് ഡ്യൂറിംഗ് ഡേ ടൈം. ആനിമൽസിന്റെ റെസ്പിറേഷന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ആൾസോ യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസൈസ്. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. നമ്മൾ കണ്ടു പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നു, ശ്വസനം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ പോലുള്ള ഗ്യാസസിന്റെ കൈമാറ്റം, എക്സ്ചേഞ്ച് എങ്ങനെയാണ് പ്ലാന്റ്സിൽ നടക്കുന്നത്? Let us examine whether there is any special part in the leaves for this. ഇതിനായിട്ട് ലീവ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ട് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. Observe the leaf layer in a microscope and ഡ്രോ ഇൻ ദ സയൻസ് ഡയറി. നമുക്കൊരു ലീവ്സ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്കിത് കാണാൻ കഴിയും. എന്താണ് അവിടെ കാണുന്നത്? നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇതുപോലെയാണ് കാണുന്നത്. ലീവ്സിൽ ചെറിയ ചെറിയ വളരെ ടൈനി ആയിട്ടുള്ള
വളരെ സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനെ നമ്മൾ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. മനുഷ്യർക്കാണെങ്കിൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാനും നമുക്ക് മൂക്കുണ്ട്. അതുപോലെ അതിനു പകരം ഇലകളിൽ ഗ്യാസ് എക്സ്ചേഞ്ചിനായി കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് മൈക്രോസ്കോപ്പിക് പോർ ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ. ലീവ്സിൽ കാണുന്ന ഇത്തരത്തിലുള്ള ചെറു സുഷിരങ്ങളെ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻ്റർ ദ പ്ലാന്റ്. ഈ ഒരു ചെറു സുഷിരങ്ങളിലൂടെയാണ് അറ്റ്മോസ്ഫിയറിലുള്ള എയർ പ്ലാന്റ്സിനകത്തേക്ക് കയറുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോർസ്. ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്നതും ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്. നെക്സ്റ്റ് നോക്കാം, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. നോക്കിയേ, ഇവിടെ നമുക്ക് 2 പിക്ചേഴ്സ് കാണാം. ഒന്നിൽ നമുക്ക് ഫോട്ടോസിന്തസൈസും മറ്റൊന്നിൽ റെസ്പിറേഷനുമാണ് കാണാൻ സാധിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എപ്പോഴും ഡേ ടൈമിലും പകൽ സമയങ്ങളിലും, റെസ്പിറേഷൻ നൈറ്റിൽ രാത്രിയിലുമാണ് നടക്കുന്നത്. ഇനി ഫോട്ടോസിന്തസൈസിൽ എന്താണ് സംഭവിക്കുന്നത്? ഫോട്ടോസിന്തസൈസിൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുകയും ഫോട്ടോസിന്തസൈസിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജനെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലേക്ക് ലിബറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ റെസ്പിറേഷൻ സമയത്തോ നമ്മളെ പോലെ തന്നെയാണ് പ്ലാന്റ്സും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് ലിബറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, എല്ലാ ജീവജാലങ്ങളും റെസ്പിറേഷൻ സമയത്ത് ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസൈസ് പ്രക്രിയയിൽ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ മാത്രമാണ് അവ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ? ഡിസ്കസ്. പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമാണോ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടു, അവ ഓക്സിജൻ മാത്രമല്ല റിലീസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യാറുണ്ട്. ഫോട്ടോസിന്തസൈസിന്റെ സമയത്ത് അവ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും എന്നാൽ റെസ്പിറേഷൻ സമയത്ത് അവ നമ്മളെ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്സ്. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം അല്ലേ? ഒരു മാംഗോ ട്രീ ആണ്. ആ മാംഗോ ട്രീ മാത്രമല്ല, ആ മാംഗോ ട്രീയിൽ വസിക്കുന്ന കുറച്ച് സസ്യങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവരുടെ കോൺവെർസേഷൻ ഒന്ന് വായിച്ചാലോ? ഐ ആം മാംഗോ ട്രീ, മൈ സെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ മാംഗോ ട്രീ ആണ്, ഞാൻ എനിക്കായിട്ടുള്ള ഭക്ഷണം സ്വയം പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് മാംഗോ ട്രീ പറയുന്നത്. മറ്റൊരു സംഭാഷണം നോക്കാം. ഐ ആം ലൊറാന്തസ്, ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദിസ് പ്ലാന്റ്. ഞാൻ ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ ഇത്തിളാണ്. ഞാൻ എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ഞാൻ അതിനായിട്ടുള്ള വാട്ടറും മിനറൽസും എല്ലാം സ്വീകരിക്കുന്നത് മാംഗോ ട്രീയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. ഞാൻ വാൻഡയാണ്. വാൻഡ എന്ന് പറഞ്ഞാൽ മരവാഴ. മരവാഴ എന്താ പറയുന്നത്? ഞാൻ എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, പക്ഷെ എനിക്ക് വസിക്കാനായിട്ട് ഒരു സ്ഥലം വേണം. അതിനായി ഞാൻ മറ്റു പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് എന്താ പറയുന്നത്? ഐ ആം കസ്ക്യൂട്ട, ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്, ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഇപ്പോൾ കസ്ക്യൂട്ട പറയുന്നത് എന്താ? ഞാൻ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല, ഞാൻ ന്യൂട്രിയൻസും എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ഞാൻ ഏത് പ്ലാന്റിലാണോ ജീവിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണെന്നാണ് കസ്ക്യൂട്ട പ്ലാന്റ് പറയുന്നത്. യു ഹാവ് ഒബ്സർവ് ദ കോൺവെർസേഷൻ എമംഗ് ദ മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വാൻഡ. ഹാവൻറ്റ് യു? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്? നമ്മളിവിടെ ഇപ്പോൾ മാംഗോ ട്രീയുടെയും ലൊറാന്തസിൻ്റെയും കസ്ക്യൂട്ടയുടെയും വാൻഡയുടെയൊക്കെ കോൺവെർസേഷൻ കണ്ടു. ഇതിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്? ഒന്ന് ലൊറാന്തസ് പ്രിപ്പയർ ചെയ്യുന്നു, മറ്റൊന്ന് വാൻഡ പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ? ദീസ് പ്ലാന്റ്സ് ഗെറ്റ് ദ സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡ് ഫോർ ഫോട്ടോസിന്തസൈസ് ഇൻ ദ സെയിം വേ. മറ്റ് പ്ലാന്റ്സിനെ പോലെ തന്നെ ഇവയ്ക്കും ആഹാരം പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഫോട്ടോസിന്തസിസിനായിട്ട് സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആവശ്യമാണ്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ? പക്ഷെ അവയ്ക്ക് ആവശ്യമുള്ള വാട്ടർ എങ്ങനെയാണ് അവ സ്വീകരിക്കുന്നത്? വേർ ഡു ദ മാംഗോ ട്രീ ഗെറ്റ് ഇറ്റ്സ് വാട്ടർ ഫ്രം? മാംഗോ ട്രീക്ക് എവിടെ നിന്നാണ് വാട്ടർ ലഭിക്കുന്നത്?
തീർച്ചയായും മാംഗോ ട്രീ മണ്ണിൽ നിന്നായിരിക്കും വാട്ടർ വലിച്ചെടുക്കുന്നത്. ഹൗ അബൌട്ട് വാൻഡ ആൻഡ് ലൊറാന്തസ്? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാൻഡയും ലൊറാന്തസും ഒക്കെ മാംഗോ ട്രീയിൽ വസിക്കുന്നവയാണ്. അവയ്ക്ക് എങ്ങനെയാണ് ജലം കിട്ടുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാൻഡ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് വാൻഡയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. താഴോട്ട് റീഡ് ചെയ്യാം. ഡു യു സീ ടു ടൈപ്സ് ഓഫ് റൂട്ട്സ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് റൂട്ട്സ്? നമുക്ക് വാൻഡയിൽ രണ്ട് തരത്തിലുള്ള റൂട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? വേർ ഡു ദ തിക്ക് വൈറ്റ് റൂട്ട് ഗ്രോ ടു? അതിൽ തിക്കായിട്ടുള്ള വൈറ്റ് റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത്? ദ സ്മോൾ റൂട്ട് ഹെൽപ് ദ വാൻഡ ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. അതിൽ സ്മോൾ റൂട്ട് അവയെ സഹായിക്കുന്നത് മറ്റേതെങ്കിലും പ്ലാന്റിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ടാണ്. ദ തിക്ക് റൂട്ട് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. എന്നാൽ തിക്ക് റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെ വലിച്ചെടുക്കാനാണ് തിക്ക് റൂട്ട് സഹായിക്കുന്നത്. ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. എപ്പോഴും വാൻഡ മറ്റൊരു പ്ലാന്റിനെ ആശ്രയിക്കുന്നത് ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ്, അവയ്ക്ക് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി മാത്രമാണ്. സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് എപ്പിഫൈറ്റ്. അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഓർക്കിഡ് ആർ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്. ഓർക്കിഡ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന എന്നാൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള സസ്യങ്ങളാണ്. ഓക്കെ, ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ റൂട്ട്സ്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എപ്പിഫൈറ്റിന്റെ റൂട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ വളരുന്നത് കൊണ്ട് ഹോസ്റ്റ് പ്ലാന്റിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, അവയ്ക്ക് ഒരു ദോഷവും ഇല്ല. അടുത്തത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ റൂട്ട് ഓഫ് ദ ലൊറാന്തസ്. ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് ഒരു പ്ലാന്റ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടു ലൊറാന്തസ് ആണത്. വേർ ഡു ദെയർ റൂട്ട്സ് ഗ്രോ? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവയുടെ റൂട്ട്സ് എങ്ങോട്ടാണ് വളരുന്നത്. അത് ഏത് പ്ലാന്റിലാണോ, ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണോ വസിക്കുന്നത് ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ ബോഡിക്കുള്ളിലേക്കാണ് അത് വളരുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്? ഈ സ്പെഷ്യൽ റൂട്ട് കൊണ്ട് അവയ്ക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്? അത് നമുക്ക് നോക്കാം. ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ host plant. Therefore, the plants like Loranthus are called semi-parasite. Loranthus പോലുള്ള സസ്യം ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ പറ്റിപ്പിടിച്ച് വളർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവ വാട്ടറും മിനറൽസും ഒക്കെ ആ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് അവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും അവിടെ നടക്കുന്നുണ്ട്, അവ സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നടക്കുന്നത് കൊണ്ട് അതിനെ സെമി പാരസൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദ പ്ലാന്റ്. വാട്ട് കളർ ഈസ് ഇറ്റ്? ഡു യു സീ ലീവ്സ്? ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? വേർ ഡു ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ ടു? താഴെ നമുക്ക് കസ്ക്യൂട്ട പ്ലാന്റിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? അവയ്ക്ക് ലീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, പ്രത്യേകിച്ച് ഒരു ലീഫ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നില്ല. ഒരു ത്രെഡ് പോലെ അല്ലേ, ചെറു നാരുകൾ പോലെ വളരുന്ന ഒരു സസ്യമാണ് കസ്ക്യൂട്ട. അങ്ങനെയാണെങ്കിൽ അവയുടെ റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത്? ആ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹോസ്റ്റ് പ്ലാന്റിന്റെ ഉള്ളിലേക്കാണ് വളരുന്നത് അല്ലേ. ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവയുടെ റൂട്ട് എപ്പോഴും ഏത് പ്ലാന്റിലാണോ അത് വസിക്കുന്നത് അതിനെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നു. ആ ഹോസ്റ്റ് പ്ലാന്റിന് ഉള്ളിലേക്കാണ് അവയുടെ റൂട്ട് പോയിരിക്കുന്നത്. കസ്ക്യൂട്ട പ്ലാന്റ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദേ ആർ കാൾഡ് ടോട്ടൽ പാരസൈറ്റ്. ഇവിടെ കസ്ക്യൂട്ട പ്ലാന്റ് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നതേ ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ ആ കസ്ക്യൂട്ടയെ നമ്മൾ ടോട്ടൽ പാരസൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള പ്ലാന്റ്സിനെ ഇവിടെ കണ്ടു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നു. മാത്രമല്ല അവ സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിന് ഉദാഹരണമായിട്ട് നമുക്ക് വാൻഡയാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് സെമി പാരസൈറ്റ് ആണ്. സെമി പാരസൈറ്റ് എന്താ? അവ മറ്റ് സസ്യങ്ങളിൽ വസിക്കുകയും അവിടെ നിന്നും വാട്ടറും മിനറൽസും ഒക്കെ വലിച്ചെടുത്ത് അവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് നമ്മളിവിടെ കണ്ടത് ലൊറാന്തസ് ആണ്. പിന്നെ നമ്മൾ കണ്ടത് ടോട്ടൽ പാരസൈറ്റ് ആണ്. ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ മറ്റ് സസ്യങ്ങളിൽ വളരുകയും അവിടെ നിന്നും ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് വളരുന്ന സസ്യമാണ്. അത്തരത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ ടോട്ടൽ പാരസൈറ്റ് എന്നാണ് പറയുന്നത്.
ഇവിടെ സെമി പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റുമാണ് ഹോസ്റ്റ് പ്ലാന്റിന് ഹാർംഫുൾ എഫക്റ്റ് നൽകുന്നത്. ഓക്കെ, റീഡ് ചെയ്യാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ജീവജാലങ്ങളെ കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കൊരു ബോക്സ് കാണാം. ആ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അത് ഈ പാഠം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും സർവൈവ് ചെയ്യണമെങ്കിൽ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾ ഫോർ ദ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ലിവിങ് ബീയിങ്സ്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താ പറയുന്നത്? നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് ജീവികളുടെ പരസ്പര ആശ്രയത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനും അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പാഠം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് വേറെ ലെസണുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.